ഗ്രൗണ്ടിൽ തമിഴ്നാടും കർണാടകയും തമ്മിൽ ആവേശകരമായ ക്രിക്കറ്റ് മത്സരം നടക്കുന്നു. ഇതിനിടെ ഏവരെയും ഞെട്ടിച്ച് ഒരു താരം ഗ്രൗണ്ടിൽ കുഴഞ്ഞു വീഴുന്നു, മരണത്തിന് കീഴടങ്ങുന്നു. കർണാടകയിൽ നടന്ന ക്രിക്കറ്റ് മത്സരത്തിനിടെയാണ് കർണാടക താരം ഗ്രൗണ്ടിൽ കുഴഞ്ഞു വീണ് മരിച്ചത്. AG സൗത്ത് സോൺ ടൂർണമെന്റിൽ കർണാടക തമിഴ്നാട് മത്സരം പൂർത്തിയായതിന് തൊട്ടു പിന്നാലെയാണ് 34-കാരനായ മുൻ കർണാടക താരം K. ഹോയ്സല ഗ്രൗണ്ടിൽ കുഴഞ്ഞു വീണത്. മത്സരത്തിൽ കർണാടക തമിഴ്നാടിനെ തോൽപ്പിച്ചതിന്റെ വിജയാഘോഷത്തിനിടെയായിരുന്നു കഴിഞ്ഞ ദിവസം ബംഗളൂരുവിലെ RSI ഗ്രൗണ്ടിൽ ആരാധകരെ ഞെട്ടിച്ച സംഭവം. ടീം ഹഡിലിനിടെ ഹോയ്സല കടുത്ത നെഞ്ചുവേദനയെ തുടർന്ന് ബോധരഹിതനായി കുഴഞ്ഞു വീഴുകയായിരുന്നു. സഹതാരങ്ങളും സംഘാടകരും ചേർന്ന് താരത്തെ ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മത്സരത്തിൽ കർണാടകയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച ശേഷമായിരുന്നു ഹോയ്സലയുടെ അപ്രതീക്ഷിത വിടവാങ്ങൽ. മത്സരത്തിൽ 13 പന്തിൽ 13 റൺസെടുത്ത ഹോയ്സല ഒരു വിക്കറ്റും എടുത്ത് നിർണായക പ്രകടനം നടത്തിയിരുന്നു. തമിഴ്നാട് ഓപ്പണറായ പ്രവീൺ കുമാറിന്റെ വിക്കറ്റാണ് ഹോയ്സല വീഴ്ത്തിയത്. ആവേശകരമായ മത്സരം ഒരു റണ്ണിനായിരുന്നു കർണാടക ജയിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത കർണാടക 173 റൺസ് അടിച്ചപ്പോൾ തമിഴ്നാടിന്റെ മറുപടി ബാറ്റിംഗ് 171 ഒതുങ്ങി. മധ്യനിര ബാറ്ററും ബൗളറുമായ ഹോയ്സല അണ്ടർ-25 വിഭാഗത്തിൽ കർണാടകയ്ക്കായി കളിച്ച താരമാണ്. കർണാടക പ്രീമിയർ ലീഗിലും കളിച്ചിട്ടുണ്ട്. കർണാടക പ്രീമിയർ ലീഗിൽ ബെല്ലാരി ടസ്കേഴ്സിനായും ശിവമോഗ ലയൺസിനായിട്ടായിരുന്നു ഹോയ്സല കളിച്ചിരുന്നത്. ഇതാദ്യമായല്ല കളിക്കിടെ താരങ്ങൾ മൈതാനത്ത് കുഴഞ്ഞു വീണ് മരിക്കുന്ന ദാരുണ സംഭവം ഉണ്ടാവുന്നത്. കഴിഞ്ഞ നവംബറിൽ ഘാന ദേശീയ ടീം അംഗമായ റാഫേൽ ദ്വാമെന മത്സരത്തിനിടെ ഗ്രൗണ്ടിൽ കുഴഞ്ഞു വീണ് മരിച്ചിരുന്നു. ഘാന ദേശീയ ടീമിൻ്റെയും അൽബേനിയൻ 1-ാം ഡിവിഷൻ ലീഗ് ടീമായ KF ഇഗനാഷ്യയുടെയും സ്ട്രൈക്കറായിരുന്നു ഈ 28-കാരൻ. അൽബേനിയ 1-ാം ഡിവിഷൻ ഫുട്ബോളിനിടെയായിരുന്നു ദാരുണ സംഭവം. പാർട്ടിസാനിയയ്ക്കെതിരായ മത്സരത്തിൻ്റെ 24-ാം മിനിറ്റിലാണ് ദ്വാമെന കുഴഞ്ഞു വീണത്. ഉടനെ കളിക്കാരും മെഡിക്കൽ ടീമും ഓടിയെത്തി പ്രാഥമിക ചികിത്സ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. 2021 മഹാരാഷ്ട്രയിലെ പൂനെയിലും സമാന മരണമുണ്ടായി. പൂനെ ജില്ലയിലെ ജുന്നാർ നഗരത്തിൽ നടന്ന കളിക്കിടെയായിരുന്നു ദാരുണാന്ത്യം. 47-കാരനായ ബാബു നാൽവാഡയാണ് മരിച്ചത്. നോൺ സ്ട്രൈക്കർ എൻഡിൽ നിൽക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. അടുത്ത പന്തെറിയാൻ ബൗളർ നീങ്ങുന്നതിനിടെ താരം പിന്നിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. 2018-ലായിരുന്നു മറ്റൊരു സംഭവം. ക്രൊയേഷ്യൻ ഫുട്ബോൾ ലീഗിനിടെ പ്രമുഖ താരം കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. ക്രൊയേഷ്യൻ ഫുട്ബോൾ ക്ലബ്ബായ മാഴ്സോനിയയുടെ നെടും തൂണായ ബ്രൂണോ ബോബനാണ് മരിച്ചത്. കളി തുടങ്ങി 15 മിനിറ്റിനിടെ ഏവരെയും ഞെട്ടിച്ച് 25-കാരനായ താരം കുഴഞ്ഞു വീഴുകയായിരുന്നു. മാഴ്സോനിയയുടെ 1-ാം നിര താരമായിരുന്നു ബ്രൂണോ. മാഴ്സോനിയയും സ്ലോവാഞ്ചിയും തമ്മിലുള്ള മത്സരത്തിനിടെയായിരുന്നു സംഭവം.